ഹലോ ഗായ്സ്, അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കുള്ളത് മെഴ്സേഴ്സ് ബെൻസിൻ്റെ 400D GLE 400Dയുടെ ക്വാർട്ടർ പാൻ റിപ്പയറാണ്. നമുക്ക് ഇപ്പോൾ തന്നെ കാണാൻ പറ്റും, നല്ല ഇടിയാണ് ഇടിച്ചുള്ളത് വണ്ടിയിൽ നിന്ന്. ഇത് ഡി രജിസ്റ്റേർഡ് ആയിട്ടുള്ള വണ്ടിയാണ്, പ്രൈവറ്റ് കമ്പനി കൊണ്ടുവന്നിട്ടുള്ളതാണ്. ആ രണ്ട് ഹോളൊക്കെ കാണാം. മുമ്പ് വേറെ ഏതോ ഗാരേജിൽ ഹോളിട്ട് വലിച്ചിട്ട് റീപ്ലേസ്മെൻറ്റിന് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോളിട്ടിട്ട് വലിച്ചിട്ട് റീപ്ലേസ് ചെയ്യാനുള്ള പ്ലാനായിരുന്നു. പക്ഷേ ഇൻഷുറൻസ് എമൗണ്ട് കൂടുതലായ കാരണം കൊണ്ടാവാം അത് ടോട്ടൽ ലോസ് ചെയ്തു. നമ്മളത് പ്രൈവറ്റ് കസ്റ്റമർ ആയതുകൊണ്ട് ഇപ്പോൾ റിപ്പയർ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കാറോ ലൈനറിൽ കയറ്റിയിട്ടുണ്ട്. വണ്ടി പൊക്കി മെഷർമെൻറ്റ് ചെക്ക് ചെയ്യണം. ഇവിടെ ന്യൂസിലാൻഡിലെ എല്ലാ കാറുകൾക്കും ഡി രജിസ്റ്റേർഡ് ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും അതിൻ്റെ ചേസിസ് മെഷർമെൻറ്റ് വേണം. അത് എപ്പോഴും ചോദിക്കുന്ന കാര്യമാണ് അവർ. അതുപോലെ വീൽ അലൈൻമെൻറ്റ് എല്ലാ കാര്യങ്ങളും അവർക്ക് വേണം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വണ്ടിയുടെ ആക്സിഡൻറ്റ് അനലൈസും കാര്യങ്ങളൊക്കെ ചെയ്തു. നമ്മൾ ക്ലാമ്പ് പിടിപ്പിക്കാൻ പോവാണ്. ഇപ്പോൾ ക്ലാമ്പ് പിടിപ്പിക്കാനായിട്ട് അതിൻ്റെ സിൽക്ക് കവർ അഴിച്ച് മാറ്റേണ്ട വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ക്ലാമ്പ് പിടിപ്പിച്ച് റിയർ എൻഡ് ടോട്ടലായിട്ട് കറക്റ്റ് പ്രൊസീജിയറെ പോലെ പിടിപ്പിച്ചു. ഇത് 2022 മോഡലാണ്. അധികം കിലോമീറ്റർ ഒന്നും ഓടിയിട്ടില്ല. ഓർമ്മ ശരിയാണെങ്കിൽ ഇതൊരു 42,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. അപ്പോൾ പ്രൈവറ്റ് കസ്റ്റമർ ആയതുകൊണ്ട് ക്വാർട്ടർ പാനൽ റിപ്പയർ ഒരു 10-15 മണിക്കൂറിനുള്ളിൽ തീർത്താൽ തന്നെ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് അവർക്ക് ലാഭിക്കാനായിട്ട് പറ്റും. റെയിൽ കയറ്റി കാർ മെഷർമെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ കാർട്രോണിക്സ് കയറ്റി മെഷർമെൻറ്റിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് ഇപ്പോൾ നടത്താൻ പോണത്. എൻ്റെ മുമ്പത്തെ റേഞ്ച് റോവറിൻ്റെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും എങ്ങനെയാണ് മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന്. അതേ സെയിം രീതിയിൽ തന്നെയാണ് ഞാൻ മെഷർമെൻറ്റ് കാര്യങ്ങളും എടുക്കുന്നത്. അപ്പോൾ ടയർ ഊരി മാറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസിയാണ് നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട്. കാരണം ഇന്നർ ഓൾറെഡി ബെൻഡായിട്ടുണ്ട് ക്വാർട്ടർ പാനലിൻ്റെ. അപ്പോൾ ഞാൻ ജാക്ക് ഹൈഡ്രോളിക് ജാക്ക് വെച്ചിട്ട് സൈഡ് ലൈൻ മൊത്തം ആയിട്ട് പുൾ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇന്നറും അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് പുറത്തേക്ക് വലിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ അതിനുള്ള പ്രൊസീജിയറിന് വേണ്ടിയിട്ട് ഡോറ് വന്നിട്ടുണ്ടായിരുന്നില്ല. അത് കാരണം കുറച്ച് നാൾ നീക്കി വെച്ചിട്ടാണ് ക്വാർട്ടർ പാനൽ റിപ്പയർ ചെയ്തത്. കാരണം ഞാൻ മുമ്പൊരു അത് ഷോർട്ട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡോറ് ഇല്ലാത്ത കാരണം റിപ്പയർ മാറ്റി വെച്ചെന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് പുൾ ചെയ്തിട്ട് ഞാൻ എൻ്റെ ബേല് കൊണ്ടുപോയിട്ടാണ് ഈ വണ്ടി റിപ്പയർ ചെയ്തത്. അപ്പോൾ ആദ്യത്തെ പുള്ളിൽ തന്നെ വെച്ചിട്ട് ഞാൻ ഇന്നർ ക്വാർട്ടർ പാനലിൻ്റെ ഇന്നർ ബെൻഡായിട്ടുണ്ടായിരുന്നു. അത് റിപ്പയർ ചെയ്യാൻ തന്നെ തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഫോണിൽ ഫോട്ടോസ് എടുക്കുന്നതാണ്. അത് ഇൻഷുറൻസ് ഒന്നല്ലെങ്കിൽ ഇൻഷുറൻസിനെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഫോട്ടോസാണ്. പ്രൊസീജിയർ, അതായത് നമ്മൾ എന്തൊക്കെ പ്രോസസ്സാണ് ചെയ്തുകൊണ്ടിരിക്കണമെന്ന് അറിയിക്കാൻ. പിന്നെ അതുപോലെ ഈ ഡി രജിസ്റ്റേർഡ് വണ്ടിക്ക് ഫോട്ടോ എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഓരോ പ്രോസസ്സും കാണണം. എങ്ങനെയാണ് റിപ്പയർ ചെയ്ത്, എന്തെങ്കിലും ഇത് ചെയ്തിട്ടുണ്ടോ, വേറെ ഒരു ഫേസിൻ്റെയാണ് കൂടുതൽ ഇത്തിരി കൂടി ഹാർഡായിട്ട് അവർ നിൽക്കുന്നത്. അപ്പോൾ അവർ എല്ലാം ചെക്ക് ചെയ്യും. അപ്പോൾ ഞാൻ ഓരോ പോർഷനായിട്ട് വലിച്ചു. ഓൾറെഡി ഉണ്ടായിരുന്ന ഹോളിൽ ഞാൻ ഹുക്കിട്ട് പോർഷൻ വലിക്കാൻ നോക്കി. അപ്പോൾ ഞാൻ ഇന്നറിലെ ആക്സസ് ഉണ്ടാവാനായിട്ട് ഫ്ലയർ വെക്കുന്ന ഭാഗത്തായിട്ട് സ്പോട്ടുകൾ ഉണ്ടായിരുന്നു, സ്പോട്ട് വെൽഡിങ്ങിൽ. ആ സ്പോട്ടുകളൊക്കെ ജസ്റ്റ് ഡ്രില്ല് കൊണ്ട് ഹോള്
ചെയ്തിട്ട് ഓൺലി ടോപ്പ് പോർഷൻ മാത്രം ഡ്രില്ലുകൊണ്ട് ഹോൾ ചെയ്തിട്ട് ഇന്നറിൻ്റെ ചെറുതായിട്ട് ബെൻഡാക്കിയിട്ട് ഉള്ളിൽ നിന്ന് തള്ളാനുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസത്തിന് ശേഷം ഡോർ വന്നു. അപ്പോൾ അത്യാവശ്യം നല്ല ഗ്യാപ്പുണ്ട്, കണ്ടില്ലേ? ഈ ഗ്യാപ്പ് നമ്മൾ ഉള്ളിൽ നിന്ന് ഒന്നല്ലേ വെൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം പ്രോസസ്സാണ്. അപ്പോൾ ചെറിയ ക്രോക്കഡൈൽ ഗ്യാപ്പ് വെച്ചിട്ട് ആ ഭാഗം പോർഷൻ മാത്രമായിട്ട് പുറത്തേക്ക് എടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഒപ്പം തന്നെ സൈഡിലുള്ള ബെൻഡുകളൊക്കെ ഞാൻ നീക്കാൻ തുടങ്ങി. ആ ഗ്യാപ്പ് വെച്ച് ഉയർത്തുന്നതോടൊപ്പം തന്നെ നമ്മൾ സൈഡിലത്തെ റിപ്പയറൊക്കെ ഫിനിഷ് ചെയ്ത് പോകാനാണ് തീരുമാനിച്ചത്. ബോഡി ഫയൽ വെച്ചിട്ട് അത്യാവശ്യം നല്ല ബെൻഡുകൾ ഞാൻ പുറത്തേക്ക് എടുത്ത് ഫയലിങ് തുടങ്ങി. ഫയലിങ് ആകുമ്പോൾ പുള്ളിങ്ങിൻ്റെ അത്ര ടൈം വരില്ല. ഓൾറെഡി നമുക്ക് ഇന്നർ ആക്സസ് ഉള്ള കാരണം ഫയലിങ് ചെയ്യണതാണ് നല്ലത്. അപ്പോൾ അത്യാവശ്യം നല്ല ബെൻഡുകളൊക്കെ ഈസി ആയിട്ട് നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റും. കഴിഞ്ഞ ശേഷം ഞാൻ 60 ഗ്രിറ്റ് ഇട്ടിട്ട് സാൻഡ് ചെയ്ത് കടഞ്ഞു പെയിൻറ്റ് ഫിലിം മൊത്തം. ഇനി ആ ഹോളുകളൊന്ന് അടയ്ക്കണം. നമ്മൾ ഇട്ടിട്ടുള്ളതല്ല. അപ്പം ഞാൻ ജസ്റ്റ് ചെറിയ വെൽഡ് ചെയ്ത് ഫുള്ളായിട്ട് ഹോൾ അടയ്ക്കാണ്ട് ചെറിയ പീസ് വെച്ചിട്ട് പാച്ച് വർക്ക് പോലെ ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. ഫൈനൽ ഇന്നറൊക്കെ ഉള്ളിലേക്ക് ബെൻഡാക്കി മടക്കി പ്രോപ്പർ പൊസിഷനിൽ വെച്ചിട്ട് വെൽഡ് ചെയ്തു നമ്മൾ പഴയ പോലെ തന്നെ ആക്കിയിട്ടുണ്ട്. അതിന് ശേഷം ഇനി മെയിനായിട്ട് ആ ബമ്പറിൻ്റെ ഒപ്പം ആ ഡോർമിലേക്ക് വരുന്ന ലൈൻ വലിച്ചെടുക്കണം. 2 ലൈനായിട്ട് വരില്ല. ആ 2 ലൈൻ സ്പോട്ട് പുള്ളിങ്ങിൻ്റെ ഹുക്ക് വെച്ചിട്ട് ഞാൻ പുറത്തേക്ക് എടുക്കണം. അതല്ലെങ്കിൽ നമ്മൾ ഫ്ലയർ വെച്ചിട്ട് നോക്കണം. അതല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും ഈ ബെൻഡ് പുറത്തേക്ക് വന്നില്ല എന്നുള്ളത് അറിയാൻ പറ്റും. ഫ്ലയർ വെക്കുമ്പോൾ ഗ്യാപ്പും കാര്യങ്ങളൊക്കെ കാണിക്കും. ഈ റിപ്പയറിൽ പുട്ടി വർക്ക് ഇല്ല. പിന്നെ ഫിനിഷിങ്, അതായത് പെയിൻറ്റിങ്ങിന് ശേഷമുള്ള ഫോട്ടോ എനിക്ക് കിട്ടിയില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഡിസംബറിലാണ് ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിൽ പോയി വന്നപ്പോഴേക്കും നമ്മുടെ ഫ്രണ്ട്സ് ഓൾറെഡി പുട്ടി വർക്ക് ചെയ്ത് ഫിനിഷ് ചെയ്ത് വണ്ടി പോയി. അപ്പോൾ ജസ്റ്റ് ഫിനിഷിങ് മാത്രമേ ഇതുവരെ കാണിക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ ഡിസംബറിൽ നാട്ടിൽ പോയി. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.